അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അജിസ്നി ലിതദ്രീസിൽ ഹിക്കം, അങ്ങയുടെ ഹിക്കം എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും പറഞ്ഞു, അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, നഅം അജസ്തുക, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു. അല്ലാഹു അത് കബൂൽ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്.